പൊതുവെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് കരുതിയത്. സമയം എനിക്ക് അറിയത്തില്ല, സമയത്തെക്കുറിച്ച് എഴുതി തന്നിട്ടില്ല. ഒന്ന്, നമ്മളൊരു പ്രോ ആക്റ്റീവ് ക്രിറ്റിസിസം എന്ന ഒരു സങ്കല്പം ഗുണകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ക്രിയേറ്റീവ് സ്വഭാവത്തിലുള്ള ഒരു ക്രിറ്റിസിസമാണ് മുന്നോട്ട് പോകുവാൻ സഹായിക്കുകയുള്ളൂ. ഈ രീതിയിൽ ക്രിയേറ്റീവായി ദലിത് വിഭാഗത്തിൽ നിന്ന് നടന്ന ഒരു സംവാദം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നരേന്ദ്രപ്രസാദ് 10 വർഷമൊക്കെ മുമ്പാണ് അദ്ദേഹം സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ സിനിമയിൽ നിന്ന് ലീവ് എടുത്തിട്ട് അധ്യാപകനായി വന്ന സമയത്ത് ജാതി പറഞ്ഞാൽ എന്ത് എന്ന പേരിലൊരു ലേഖനം എഴുതുകയുണ്ടായി. ഈ ലേഖനത്തിൽ അതിൻ്റെ ഉള്ളടക്കം ജാതി വ്യവസ്ഥയെ നിലനിർത്തുവാനുള്ള ഒരു താല്പര്യം ആയിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ആണ് കേരളത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ദലിത് നിരൂപണ സമൂഹം ഉയർന്നു വന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉണ്ണി എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അന്ന് അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. VV സ്വാമി, KK ബാബുരാജ്, സണ്ണി കബിക്കാട്, KK കൊച്ച് അടങ്ങുന്ന ഏതാണ്ട് 10ഓളം ആളുകൾ വിവിധ ആനുകാലികങ്ങളിൽ നരേന്ദ്രപ്രസാദിൻ്റെ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് അന്ന് ലേഖനം എഴുതുകയുണ്ടായി. അന്ന് നരേന്ദ്രപ്രസാദിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു മറുവശം രൂപം കൊള്ളുകയും ചെയ്തിരുന്നു. ആ മറുവശത്തിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ആനന്ദ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. രാജശേഖരനും അന്ന് നരേന്ദ്രപ്രസാദിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ട് പക്ഷം തിരിഞ്ഞിട്ട് ഏതാണ്ട് 10ഓളം ലേഖനങ്ങൾ ഒരു വശത്തും ഒരു ദളിത് ഭാഗത്തും 10ഓളം ലേഖനങ്ങൾ നരേന്ദ്രപ്രസാദിനെ അനുകൂലിച്ചുകൊണ്ടും അന്ന് തുടർച്ചയായി വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നത് ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ ആ ഒരു സംവാദമായിരിക്കാം ഒരു ദലിത് നിരൂപണം ശക്തമായ രീതിയിൽ മലയാളത്തിലേക്ക് വികസിച്ച് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ഒരു സ്വത്വ സമൂഹമെന്ന നിലയിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിരൂപണം മുന്നോട്ട് കൊണ്ടുവന്നത് MG അൻസാരിയായിരുന്നു. ഹിഗ്ഗുറ്റയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളായിരുന്നു. ഹിഗ്ഗുറ്റ എന്ന കഥയിലെ വരുന്ന അതിലെ വില്ലൻ ആയ കഥാപാത്രത്തിൻ്റെ ബനിയനിൽ ഒക്ലഹോമ എന്ന ഒരു പേര് എങ്ങനെ വന്നുവെന്നും ഈ പേര് എവിടെ നിന്ന് വരുന്നുവെന്നുമുള്ള ഒരു അന്വേഷണമാണ് അൻസാരി അന്ന് മുന്നോട്ട് വെച്ചത്. ഇത് ഹിഗ്ഗുറ്റ എന്ന നോവലിന് അതുവരെ കിട്ടിയിരുന്ന ആ ഘട്ടം വരെ കിട്ടിയിരുന്ന വലിയ എല്ലാം തികഞ്ഞ പണിക്കൂറ തികഞ്ഞ ഒരു കൃതി എന്ന ഒന്നിനെ ഒരു കൃതി പണിക്കൂറ തികഞ്ഞ ഒരു കൃതി എന്ന ഒരു ആശയത്തെ അതിനുള്ളിൽ സൂക്ഷിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു സംവാദമണ്ഡലം തുറന്നു. ഈ ഒരു സംവാദമണ്ഡലത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഡോക്ടർ VC ഹാരിസ് ആയിരുന്നു. അദ്ദേഹം പിന്നീട് മുറ്റു പാർട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമത്തിൽ തന്നെ നടത്തിയ ദീർഘമായിട്ടുള്ള NS മാധവൻ ആയിട്ടുള്ള ഒരു സംവാദം പിന്നീട് മറ്റൊരർത്ഥത്തിൽ ഒരു സ്വത്വ സമൂഹം എന്ന നിലയിൽ മുസ്ലിം ചോദ്യങ്ങളെ പ്രതിനിധാനത്തെ എങ്ങനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവാദം തുറക്കുകയുണ്ടായി. ഒരർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഒരു സംവാദം പിന്നീട് മുന്നോട്ട് പോയില്ല എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അഥവാ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സർഗാത്മകതയിൽ അധിഷ്ഠിതമായ വിമർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപക്ഷെ സാധിച്ചില്ല. ഒരുപക്ഷെ മലയാളത്തിൽ നിരൂപക സമൂഹത്തിന് സാധിച്ചില്ല, പുതിയ തലമുറയ്ക്കും സാധിച്ചില്ല എന്നാണ് ഒരർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് നിക്കോനാർ പാറ എന്ന ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരൻ. മുമ്പ് അദ്ദേഹം ഡൽഹിയിലൊരു തിയേറ്റർ നാടക പഠനകളരിയിൽ വന്നതിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം വന്ന സമയത്ത് നടത്തിയ ഒരു നാടകം
ഒരു ദലിത് വർക്ക്ഷോപ്പിൽ നടത്തിയ നാടകമായിരുന്നു. ആ നാടകം നടത്തിയത് ഇന്ത്യക്കാരായിട്ടുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദലിത് ഗോത്ര വിഭാഗങ്ങളിലെ തിയേറ്റർ ചെയ്യുന്ന യുവാക്കളായിരുന്നു നാടകം ചെയ്തത്. അതിൽ നന്മ തിന്മകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. വലിയ ഒരു വരേണ്യ സവർണ വിമർശനമൊക്കെ മുന്നോട്ട് വെച്ച ഒരു നാടകമായിരുന്നു അത്. പക്ഷെ അതിൽ നിക്കോനാർ പാറ നാടകത്തിന് ശേഷം ഒരു വിമർശനം പറഞ്ഞു എന്നാണ് അതിൽ പങ്കെടുത്ത ആൾ പിന്നീട് പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ നാടകമൊക്കെ നന്നായിട്ടുണ്ട്, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രധാനപ്പെട്ട തോന്നിയ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ സമൂഹത്തെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് നിക്കോനാർ പാറയോട് നാടകം ചെയ്ത ആൾക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നന്മ എന്നും തിന്മ എന്നും രണ്ട് ചിഹ്നങ്ങൾ മുന്നോട്ട് വെച്ചു. നിറങ്ങളായിരുന്നു, കളറുകളായിരുന്നു നിങ്ങൾ മുന്നോട്ട് വെച്ച ആ ചിഹ്നങ്ങൾ. അതിൽ നിങ്ങൾ തിന്മ എന്ന സ്ഥാനത്ത് നിങ്ങൾ കറുപ്പ് എന്ന നിറമാണ്. എന്നാൽ കറുപ്പ് നിറമണിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കറുത്ത മാസ്ക് വെച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളാണ് തിന്മയുടെ സ്ഥാനത്ത് പ്രവേശിച്ചത്. അത് സവർണ ജാതിയുടെയോ അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് ആ കഥാപാത്രങ്ങൾ വന്നതെങ്കിലും നിങ്ങൾ നൽകിയ നിറം, കളർ, അത് കറുത്ത നിറമായിരുന്നു. അതിലൂടെ ഞങ്ങൾ കറുത്തവരെ അപമാനിക്കുകയായിരുന്നു, പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തതെന്ന് നിക്കോനാർ പാറ നിരീക്ഷണം നടത്തുകയും അത് അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കറുപ്പ് വെളുപ്പ് എന്ന ദ്വന്ദ്വത്തെ ഒരു പുതിയ ഒരു സംവാദ മണ്ഡലമാക്കിയിട്ട് പിന്നീട് അത്തരം സംവാദങ്ങൾ തുടങ്ങി വെച്ചത് എന്ന ഒരു അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ചിന്ന ഒരു കൃതി, അത് നാടകം, സിനിമ, ഏത് ശാഖയുമായിക്കൊള്ളട്ടെ, അത് മുന്നോട്ട് വെക്കുന്ന ചില ചിഹ്നങ്ങൾ എന്ത് പ്രതീകങ്ങളാണ് നൽകുന്നത്, അതിൻ്റെ രാഷ്ട്രീയ പ്രതീകം എന്താണ് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. ഇപ്പം ഞാൻ കവിത എഴുതുന്ന ഒരാളാണ്. അപ്പോൾ കവിത എഴുതുന്ന ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എടുക്കുന്ന വാക്കുകൾ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, അത് പ്രയോഗിക്കുന്നതിന് എത്ര രൂപത്തിൽ അതിന് പോവാം എന്നത് മുൻധാരണയോടുകൂടി തന്നെയാണ് വാക്കുകൾ എടുത്ത് വെക്കുന്നത്. കെ ജി ശങ്കരപ്പിള്ളയും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു എഴുത്തും കെ ജി ശങ്കരപ്പിള്ള പറയുന്നത്, അദ്ദേഹം എഴുതുന്ന ഒരു വരിയും വെളിപാട് പോലെ കിട്ടുന്നതല്ല എന്നാണ്. അദ്ദേഹം സ്വയം എടുത്തു വെക്കുന്നതാണ്, അദ്ദേഹം സ്വയം കണ്ടെടുക്കുന്നതെന്നാണ് ശങ്കരപ്പിള്ള സൂചിപ്പിച്ചിട്ടുള്ളത്. കവിത എഴുതുന്ന ഒരാളെന്നല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. വീണ്ടും തിരുത്തി ആ വാക്കോ ആ പ്രയോഗമോ വീണ്ടും തിരുത്തി ഒക്കെ തന്നെയാണ് അത് ജനങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവരുന്നത്. അങ്ങനെ അല്ലാത്തത് പലതും വെക്കാറുമുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരെന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന പ്രയോഗങ്ങൾ, വാക്കുകൾക്ക് അതിൻ്റെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ അരാഷ്ട്രീയമായിക്കൊള്ളട്ടെ അതിന് അത്തരത്തിലുള്ള മാനങ്ങൾ ഉണ്ട് എന്നത് ഒരു ക്രിയേറ്റീവ് വർക്കർ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ടതായി നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഒരു 3-4 വർഷം മാത്രമാണ് ഒരു മധ്യ കേരളത്തിൽ, എൻ്റെ നാട് ഇടുക്കിയാണ്, മധ്യ കേരളത്തിൽ നിന്നും മലബാറിലേക്ക് വന്ന് താമസം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണുവാനുള്ള ചെറിയ ചില അവസരങ്ങളെങ്കിലും പല അർത്ഥത്തിൽ വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ ഞാൻ എൻ്റെ പരിമിതമായ ചില നിരീക്ഷണങ്ങൾ എനിക്ക് പങ്കുവെക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, സക്കാത്ത് അനുഭവമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ നോമ്പുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് 2-3 ഉദാഹരണങ്ങൾ എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച 2-3 ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ മെഡിസിനൊക്കെ എടുക്കാൻ പോകുന്ന ഞങ്ങളുടെ ഡോക്ടർ, യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഡോക്ടർ, അവർ കുറേ തുണികൾ പല തരത്തിൽ തയ്ച്ച് അവിടെ കൂട്ടിവെച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണെങ്കിൽ ഇത്രയും തുണികളിങ്ങനെ തയ്ച്ച് കൂട്ടിവെച്ചിരിക്കുന്നത്? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ നിലമ്പൂരിലേക്ക് പോവുകയാണ്, നിലമ്പൂരിൽ ട്രൈബൽ മേഖലകളിലേക്ക് ഞങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ 1 വർഷത്തെ
ലാഭത്തിൻ്റെ ഒരു ചെറിയൊരു വീതം ഒരു വളരെ ചെറിയൊരു വീതം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് തുണികൾ കുറച്ച് തുണികൾ മേടിച്ചു കോഴിക്കോട്. അപ്പം തുണി മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചപ്പം രാമനാട്ടുകാരിലെ തുണിക്കടക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പർപ്പസിന് വേണ്ടിയിട്ട് തുണികൾ മാറ്റിവെക്കുന്ന കടകൾ കോഴിക്കോടുണ്ടെന്ന് പറഞ്ഞു. അതായത് കോഴിക്കോടുള്ള തുണിക്കടകൾ അവരുടെ ടോട്ടൽ തുണിയിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് തുണി ഇതിനായിട്ട് മാറ്റിവെക്കുന്ന കടകളുണ്ട് എന്ന് രാമനാട്ടുകരയിലെ ഇവർ വാങ്ങാൻ പോയ കടക്കാരൻ പറയുകയും ഇവർ കോഴിക്കോട് വരികയും ചെയ്തു. കോഴിക്കോട് വന്നിട്ട് ഇവർക്ക് അപ്പോൾ കോഴിക്കോട് വലിയ പല തുണി കടകളും ബണ്ടിൽ കണക്കിന് തുണി മാറ്റിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേയേറെ തുണികൾ അവർക്ക് കിട്ടി. ചില കടകൾ നിലവിൽ കൊടുത്തു പോയിട്ടുണ്ട്. അതിൽ അങ്ങനെ കിട്ടിയ തുണികളെല്ലാം അവർ അവിടെ യൂണിവേഴ്സിറ്റി പല തരത്ത് കൊടുത്ത് പല അളവുകളിൽ ഉടുപ്പുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധരിക്കാവുന്ന ഉടുപ്പുകളാക്കി അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്താണ് ഞാൻ ബൈ ചാൻസിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇതിന് സമാനമായൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് മലപ്പുറം ജില്ലയിലെ ഒരു ദലിത് കുടുംബത്തിൽപ്പെട്ട അവർ മലപ്പുറം ജില്ലാ ബാങ്കിൽ അവരുടെ വീട് സ്ഥലം പണയം വെച്ചിട്ട് അത് ജപ്തിയായിരിക്കുന്നു. അപ്പോൾ ജപ്തി കുറേ കാലമായി അടയ്ക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് അവർക്ക് അടയ്ക്കേണ്ട തുക. അപ്പോൾ ഈ 3 ലക്ഷം രൂപ അടയ്ക്കാൻ എന്ത് കഴിയുമെന്ന് ചോദിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചില ആളുകൾ യൂണിവേഴ്സിറ്റിയിലെ ചില ദലിത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടി വന്നു. നമുക്ക് ഒരു പണം കളക്ട് ചെയ്ത് അടയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ തരാം, നമുക്ക് അത്തരത്തിലുള്ള ശ്രമം നടത്താമെന്ന് പറയുകയും ആ മട്ടിൽ ഒരു ശ്രമം നടത്താനിടയിൽ ഏതോ ഒരു ചാനലിൽ ഈ വാർത്ത പുറത്തേക്ക് കൊടുത്തു, ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ വാർത്ത കേൾക്കുകയും എറണാകുളം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കച്ചവടക്കാരൻ അയാളുടെ ഈ വർഷത്തെ ലാഭത്തിൻ്റെ ഒരു വിഹിതമായ 3 ലക്ഷം രൂപ ഈ കുടുംബത്തിന് ഈ വാർത്ത കേട്ടിട്ട് അയാൾ അപ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ ബന്ധപ്പെടുകയും അയാൾ ഈ കുടുംബത്തിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുകയും കുടുംബത്തിൻ്റെ ഫോൺ വിളിക്കുകയും അത് ഞങ്ങൾ ഈ രീതിയിൽ പല കുടുംബങ്ങളെ പല വ്യക്തികളെ കണ്ടിട്ടൊക്കെ പൈസ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഈ ന്യൂസ് കണ്ടിട്ട് ഇദ്ദേഹം ഇത് ശ്രമിക്കുന്നു. രാവിലെ ഈ വീട്ടുകാരൻ ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ ആളുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, കാരണം പേര് വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആള് 3 ലക്ഷം രൂപ തരാൻ ഓഫർ ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം നാളെ പൈസയുമായിട്ട് വരും എന്ന് പറയുകയും ഈ പൈസ കൊടുത്തിട്ട് ഈ സ്ഥലത്തിൻ്റെ രേഖകൾ തിരിച്ച് വാങ്ങുകയും ചെയ്തത് ഈ ഒരു മാസമേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. മറ്റൊന്ന് മലബാറിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കോട്ടയം ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിലെ സാധാരണ തൊഴിലാളികൾ പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു തൊഴിലാളിയായിരുന്നു. ഒരു സർക്കാർ ജോലിക്കാരനാവുന്നതിന് മുമ്പ് ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. തൊഴിലാളികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സഹപ്രവർത്തകരായ തൊഴിലാളികൾ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലപ്പുറത്ത് പോയാൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട്. രണ്ടാമത്തേത് നമുക്ക് പല സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള മറ്റ് സഹായങ്ങളും വീടുകളാവാം, കയറി കിടക്കാനുള്ള വീടുകളാവാം, അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളാവാം ഒക്കെ കിട്ടുന്ന ഒരുപക്ഷെ കേരളത്തിൽ സാമാന്യന ഭേദപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് നീ കരിങ്കൽ കോറിയിൽ മലപ്പുറത്തുള്ള കരിങ്കൽ കോറിയിലേക്ക് വരുന്നുണ്ടോ, ഞങ്ങൾ ഒരു ടീം പോകാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പങ്കുവെക്കുകയും പിന്നെ പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ജോലിയിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ പോകുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിട്ട് അത്ര മോശമായിട്ടുള്ള ചർച്ചകളോ വാക്കുകളോ അല്ല കേരളത്തിലെ വർക്കിംഗ് ക്ലാസ്സസിനിടയിൽ ഉള്ളതെന്നാണ് ഒരു വർക്കിംഗ് ക്ലാസ്സസ് കൂടിയായി എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഉദാഹരണമെന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വന്ന ശേഷമാണ് മുക്കം ദയാപുരം എന്ന ഓർഫനേജിലെ അവിടെ നിന്നും അതിൻ്റെ മാനേജർ വിളിച്ചിട്ട് അതിൻ്റെ നടത്തിപ്പ് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഓർഫനേജിലേക്ക് ഞങ്ങൾ വിവിധ വിഭാഗങ്ങളിലെ കുട്ടികളെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മനോജ് സാറിൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ദലിത് അല്ലെങ്കിൽ ആദിവാസി കുട്ടികളെ ഞങ്ങൾ അത്തരം ഫാമിലിയോട് സംസാരിച്ചിട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ അവരെ ഇവിടെ നിർത്തി പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഹൈസ്കൂൾ വരെ ഒരു ഇടുക്കിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഹൈസ്കൂൾ വരെ അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് മീഡിയം സിലബസിൽ പഠിപ്പിക്കാനുള്ള ഇത് കൊടുക്കാം. ഹൈസ്കൂൾ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ
നമുക്ക് അവരെ ഇവിടെ കൊണ്ടു നിർത്തി പഠിപ്പിക്കാം എന്ന് പറയുകയും നമ്മൾ നമ്മുടെ തന്നെ ബന്ധത്തിലുള്ള എൻ്റെ നേരിട്ട് ബന്ധമല്ല, എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോട് അത് ആവശ്യപ്പെടുക, അത് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചില കുടുംബങ്ങളിലെ കുട്ടികൾ അവർ ഇത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായി ഇന്ന് മുക്കം ഓർഫനേജിൽ അവർ പഠിക്കുന്നുണ്ട്. നമുക്ക് ഓർഫനേജിൽ ദളിതർ മാത്രമല്ല വിവിധ സമൂഹങ്ങളിൽപ്പെട്ട OBC-കളോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരോ ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓർക്കുകയാണ്. മറ്റൊന്ന് പേരാമ്പ്രയായിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷമാണ് പേരാമ്പ്ര സംഭവം, പേരാമ്പ്രയിലെ ജാതി സ്കൂളിനെ കുറിച്ചിട്ട്. പേരാമ്പ്രയിൽ ഒരു പ്രത്യേക ജാതി ഒഴികെ വേറെ ഒരു പ്രത്യേക ദളിത് കമ്മ്യൂണിറ്റി ഒഴികെ വേറെ ദളിത് കമ്മ്യൂണിറ്റികൾ പോലും അവിടെ കുട്ടികളെ വിടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കോളനിയിൽ പോയി സംസാരിക്കുന്ന സമയത്ത്, കോളനിയിൽ നമ്മൾ പോയി കോളനിക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ജോലി തരുന്നത്, ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ തരുന്നത്, ഞങ്ങളെ എന്താണ് വിശേഷമെന്ന് ചോദിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് തരുന്നത് പേരാമ്പ്രയിലെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്നത് വീട്ടുപണിയാവാം, അല്ലെങ്കിൽ അടുക്കളപ്പണിയാവാം, അല്ലെങ്കിൽ ഇറച്ചി വെട്ടാവാം, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ജോലികളൊക്കെ ആവാം ചിലപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ പോലും പരിഗണിക്കുന്നത് പേരാമ്പ്രയിലെ മുസ്ലിം കുടുംബങ്ങളും കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുമേ ഉള്ളൂ എന്നാണ്. അതായത് പറയറായിട്ടുള്ള ഈ കോളനിയിലെ ആളുകളോട് പുലയരോ ചെറുമക്കളോ കണക്കരോ ഒന്നും ഞങ്ങളോട് സഹകരിക്കുന്നില്ല എന്നാണ് അവർ ഞങ്ങളോട് പങ്കുവച്ചൊരു യാഥാർത്ഥ്യം. ഇത് നമ്മൾ ഒരു ഐഡന്റിറ്റി കമ്മ്യൂണിറ്റി എന്നല്ല, ഒരു മത ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്വത്വ സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ സൂക്ഷ്മരൂപങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താതെ നമുക്ക് പോകുവാൻ കഴിയില്ല എന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓർഫനേജുകൾ, മുസ്ലിം കമ്മ്യൂണിറ്റികൾ അവരുടെ തന്നെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് സ്വയം നടത്തുന്ന ഓർഫനേജുകൾ എത്ര സവിശേഷമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള മറ്റു മാധ്യമങ്ങളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. സ്വന്തം സമൂഹത്തോട് കാണിക്കുന്ന ആ ഒരു പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം. അതുപോലെ ഞങ്ങളുടെ ഒരു ദളിത് സ്റ്റുഡൻസ്, ഞങ്ങളൊക്കെ ഗവേഷകരായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ദളിത് സ്റ്റുഡൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ, ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. നിലവിലുള്ള UGC കോളേജുകളിലെ UGC പറയുന്നതനുസരിച്ചിട്ട് SC/ST വിഭാഗങ്ങൾക്ക് അവിടെ റിസർവേഷൻ നൽകേണ്ടതാണ്, പാലിക്കപ്പെടേണ്ടതാണ്. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത 2 ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് MES-ലെ ഫസൽ ഗഫൂർ അവരുടെ വളരെ ഔദ്യോഗികമായ പിന്തുണ, ഒരു വലിയ 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഫസൽ ഗഫൂറിൻ്റെ പ്രതിനിധി വന്നിട്ട് പറഞ്ഞതാണ്, ഞങ്ങളുടെ സ്ഥാപനം അത് ചെയ്യാൻ തയ്യാറാണ്, ഗവൺമെൻറ് ആ അർത്ഥത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കി നൽകുന്നത്. രണ്ടാമത് SNDP-യിലെ ശിവഗിരി ട്രസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള, അത് SNDP-ക്ക് പല സെക്ഷനുകളുണ്ട്, അതിൽ ശിവഗിരി ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള അവിടുത്തെ ട്രസ്റ്റിലെ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളെ ധരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വളരെ ജനറലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊതുവായ ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവത്തിലല്ല പലപ്പോഴും അടിത്തട്ടുകളുടെ അകത്തുള്ള വിനിമയങ്ങൾ. അത്തരം വിനിമയങ്ങൾക്കകത്ത് പലപ്പോഴും ഒരു സമൂഹമെന്ന നിലയിൽ മുസ്ലിം സമുദായം പലപ്പോഴും അവർ ഇതര മനുഷ്യരോട്, അത് സമ്പന്നരോട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മറ്റ് വിവിധ തരത്തിലുള്ള വിഭാഗങ്ങളോടൊക്കെയും സാധ്യമാകാവുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആണ് ഒരുപക്ഷെ ബിരിയാണി എന്ന കഥയിലേക്ക് 2-3 പോയിന്റ്സ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബിരിയാണി എന്ന പദത്തെക്കുറിച്ചിട്ട് തൊഴിൽ വാർത്തയിൽ പണ്ട് വായിച്ചപ്പോൾ, തൊഴിൽ വാർത്ത പഠിച്ച സമയത്ത് വായിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവ്, ബിരിയാണി എന്ന ഭക്ഷ്യവസ്തു കണ്ടുപിടിച്ചത് മുംതാസാണ്. ഇവരുടെ ഷാജഹാൻ്റെ സേനയിലെ ആളുകൾ വലിയ രീതിയിൽ ക്ഷീണിതരായിട്ട് കാണപ്പെടുകയും, അപ്പം ഇങ്ങനെ ക്ഷീണിതരായിരുന്ന ഈ സേനയിലെ ആൾക്കാർക്ക് ഒരു നല്ല ഉഷാറാകാനുള്ളൊരു ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ മുംതാസ് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അവരാണ് പച്ചക്കറിയും ഇറച്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള, വളരെ അതേസമയത്ത് ദഹിക്കുകയും ചെയ്യണം, ഈ
സാധനം ദഹിക്കുകയും ചെയ്യണം. ഈ രൂപത്തിലുള്ള ഒരു ഭക്ഷ്യ രീതി കണ്ടുപിടിച്ചതെന്നാണ് മുമ്പ് തൊഴിൽ വാർത്ത വളരെ മുമ്പ് വായിച്ച എൻ്റെ രേഖകളൊന്നുമില്ല, വായിച്ചതിൻ്റെ ഒരു ധാരണ എൻ്റെ ഉള്ളിൽ കാണുന്നത്. മറ്റൊന്ന്, ഈ ബിരിയാണിയെ കുറിച്ചിട്ട് പിന്നീട് ഞാൻ അതൊരു പൊളിറ്റിക്കൽ ടേമായിട്ട് ഞാൻ രണ്ടാമത് പിന്നെ കേൾക്കുന്നത് അമൽ നീരദിൻ്റെ ഒരു സിനിമയിലാണ്. ആ സിനിമയുടെ അതിൻ്റെ ഏറ്റവും അവസാന സിനിമയാണ്. എൻ്റെ പേര് മൊത്തം എനിക്ക് ഓർമ്മയില്ല. ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. ആരുടെ പുസ്തകം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകം. അതെ, ഇയ്യോബിൻ്റെ പുസ്തകത്തെ സിനിമയ്ക്കകത്ത് ഇവിടെ ഈ മറ്റേ വില്ലനായിട്ടുള്ള, എനിക്ക് സിനിമ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് കാണാറില്ല, പേര് ഓർക്കുന്നു, ജയസൂര്യ വരുന്ന ആ ക്യാരക്ടറിൻ്റെ സമയത്ത് അതിലെ ഇയ്യോബിൻ്റെ മക്കൾ ഒരാൾ പറയുന്നുണ്ട്, കച്ചവടവും ഇടപാടുകളൊക്കെ മാറിയിരിക്കുന്നു, അതുപോലെ പുതിയൊരു സാധനവും വന്നിരിക്കുന്നു, ബിരിയാണി എന്ന് പറയുന്ന ഒരു പ്രയോഗം. അപ്പം ഇതിലാണ് സത്യത്തിൽ മധ്യ കേരളത്തിൻ്റെ, തിരുവിതാംകൂറിന് മുമ്പുള്ള മധ്യ കേരളത്തിൻ്റെ, ബ്രിട്ടീഷുകാർ പോയ ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു കച്ചവട ട്രേഡ് റൂട്ടുകൾക്കകത്ത് ഇതാ വേറൊരു ആൾ പ്രവേശിച്ച് കയറിയിരിക്കുന്നു. ആ പ്രവേശിച്ച് കയറിയ ആൾക്കാർ ബിരിയാണി കൂടി കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ആ സിനിമ മൊത്തത്തിൽ പറയുന്നത്, ജയസൂര്യ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം അതിൽ പറയുന്നത് നിലവിലുണ്ടായിരുന്ന മറ്റ് കച്ചവട വിഭാഗങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിജയവും ആ തരത്തിലുള്ള ഒരു യുദ്ധവുമാണ് ആ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. സത്യത്തിൽ ട്രേഡുകളുടെ ചരിത്രം പരിശോധിച്ചാൽ എത്രയോ മുമ്പ് ഇസ്ലാം കച്ചവട സമൂഹങ്ങൾ ഏഷ്യയുമായും ഇന്ത്യയുമായും എത്രയോ മുമ്പ് കച്ചവടം മാത്രമല്ല സാംസ്കാരികമായ വലിയ വിനിമയങ്ങൾ, ജൈനരുടെയോ ബൗദ്ധരുടെയോ അല്ലെങ്കിൽ സംഘകാലഘട്ടങ്ങളിലോ ഒക്കെ നടന്നിട്ടുള്ള വലിയ സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെ ഉള്ള കൊടുക്കലുകൾ നിൽക്കെ ഈ രീതിയിലുള്ള ഒരു പാരായണമാണ്. അവിടെയാണ് ഞാൻ ഈ പൊളിറ്റിക്കലായിട്ട് ഈ ബിരിയാണി ഒരു പൊളിറ്റിക്കലായി ഒരു ഐക്കണായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ കണ്ടത് കഴിഞ്ഞ ആഴ്ച ജനം ടി വിയിൽ ഒരു കാർട്ടൂൺ പരമ്പര ഉണ്ട്. ആ കാർട്ടൂൺ പരമ്പരയിലെ 3 കഥാപാത്രങ്ങളുള്ളത്, ഒന്ന് മിത്രൻ നമ്പൂതിരിപ്പാട്, ഒന്ന് രാമൻ എന്ന് വിളിക്കുന്ന ഒരു കറുത്ത ഒരു സാമാന്യ ബോധമൊന്നുമില്ലാത്ത ഒരു കഥാപാത്രം, ഒരു ഊളൻ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം, മറ്റൊരാൾ ബിരിയാണിക്ക എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രം. 3 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംവാദമാണ് അതിനകത്തുള്ളത്. അതിൽ ബിരിയാണിക്കയോട് മിത്രൻ നമ്പൂതിരിപ്പാട് ഞാൻ കണ്ട ആ ദിവസത്തെ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഈ ഓണ പൂക്കളിടുന്നതിനൊക്കെ എതിരാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവാദമാണ്. അതിലാണ് ബിരിയാണിക്ക എന്ന പേരൊരു കഥാപാത്രം തന്നെ അതിലെനിക്ക് കാണാൻ ഇടയായി എന്നുള്ളതാണ്. ഇപ്പം ഇതൊക്കെയാണ് ബിരിയാണിയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ നിരീക്ഷിച്ചപ്പോൾ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നു. 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന ദാരിദ്ര്യത്തെ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ, അല്ലെങ്കിൽ മുസ്ലിം കുടുംബമാണല്ലോ കഥാപാത്രങ്ങളുടെ പേരൊക്കെ അങ്ങനെ ആയതുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു സദ്യ അല്ലെങ്കിൽ അവരുടെ ഒരു ആർഭാടപരമായ ഒരു ദിവസത്തെ പ്രോഗ്രാം ആണോ ഉത്തരേന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണം എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള എനിക്ക് മുമ്പിൽ ഒരു ചോദ്യം. കാരണം ഈ കഥയ്ക്ക് ശേഷമാണ് ശവമൊക്കെ തോളിൽ വെച്ചിട്ട് വിറക് തടി കൊണ്ടുപോകുന്നത് പോലെ ശവം തോളിൽ വെച്ചിട്ട് കിലോമീറ്ററുകൾ നടന്നു പോകുന്ന OBC-കാരന്മാരെയും ആദിവാസികളെയും ദലിതരെയും ഒക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ പല അർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഈ കഥ മുന്നോട്ട് വെക്കുന്ന ഉത്തരേന്ത്യയുടെ യാഥാർത്ഥ്യത്തെ തന്നെ മൂടി വെക്കുന്ന മറ്റൊരു ഒരു പൊതുവ്യവഹാര മണ്ഡലം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേത് പർച്ചേസിങ് കപ്പാസിറ്റി, സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനുള്ള കപ്പാസിറ്റി. ഈ പർച്ചേസിങ് കപ്പാസിറ്റി ആണോ ഒരു പക്ഷേ ഈ മട്ടിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുവാൻ ഇടയാക്കിയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തോന്നലാണ്, എനിക്കറിയത്തില്ല കഥാകാരൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം വലിയ ഒരു ലോഡ് അരിയൊക്കെയാണ് കൊണ്ടുവന്നിറക്കുന്നത്. അപ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം എന്നൊരു രീതിയിലാണ്. ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു പ്രശ്നം, ഞാൻ പലപ്പോഴും ഇന്ത്യയിലെ തന്നെ മുഖ്യധാര ഹിന്ദു
സമ്പദ്ഘടന മൂടി വെക്കുന്ന ഒരു 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 സമ്പദ് സങ്കല്പത്തെ ഞാൻ കാണുന്നുണ്ട്. അവർ പലപ്പോഴും സിനിമ അല്ലെങ്കിൽ TV പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കലാകാരന്മാരുടെ നിരന്തരമായ പരിചയപ്പെടുത്തലുകൾ, ഇൻ്റർവ്യൂകൾ, ഈ രൂപത്തിലുള്ള ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാധാരണ സ്വഭാവം നടിക്കുന്ന എന്ന രൂപത്തിലൊക്കെയുള്ള നിരന്തരമായ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ജോലിയില്ലാത്ത കഥാപാത്രങ്ങളോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് മറുവശത്ത് ഈ ഹൈന്ദവ വരേണ്യതയുടെ ഏറ്റവും അപ്പർ ലെയറിലുള്ളവരെ കടുത്ത പ്രതിസന്ധിയും ദാരിദ്ര്യവും ഉള്ളവരാണ് ഞങ്ങൾ എന്ന് നിരന്തരം ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ട്, ഈ നമ്മുടെ വ്യവഹാരത്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ പറയിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഒരുപക്ഷെ ഇന്ത്യയെ വിലക്ക് വാങ്ങാവുന്ന വ്യക്തികൾ പോലും പ്രതിനിധികളായിട്ടുള്ള ഈ ലെയറുകൾ, ബനിയമാരോ ബ്രാഹ്മണരോ വൈശ്യരോ ഒക്കെ ആയിട്ടുള്ള ഈ ലെയറുകൾ അവർ തന്നെ കൃത്രിമമായൊരു മുഖ്യധാര നിർമ്മിച്ചുകൊണ്ട് പൊട്ടന്മാരാക്കി, ഊളന്മാരാക്കി ഇവിടുത്തെ ദലിതരെയും ആദിവാസികളെയും OBC-കളെയും ഊളന്മാരാക്കിക്കൊണ്ട് പുറകെ നടത്തുന്ന ഒരു പദ്ധതി, അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ശ്രമം, അതിൻ്റെ കണ്ണിയാകുവാൻ ആ മട്ടിലുള്ള നമ്മളുടെ മുഖ്യധാരയുടെ ഗൂഢാലോചനയ്ക്കകത്തേക്ക്, ആ ഗൂഢാലോചനയുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ കഥയും ചെന്ന് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇതിനെ മറികടന്നു പോകുവാൻ ഇന്ത്യയിലെ OBC-കളോ ദലിതരോ ഗോത്രവിഭാഗങ്ങളോ അവർക്ക് എന്തെങ്കിലും തലയ്ക്കകത്ത് വെളിച്ചമുണ്ടെങ്കിൽ മറികടന്നു പോകാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം സാധ്യമാകും എന്നതിനെക്കുറിച്ച് അറിയില്ല. നമസ്കാരം.